ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെയും ലോകത്തിന്റെയും ക്ഷേമം മുൻനിർത്തി ആവിഷ്കരിച്ച സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ അന്തസത്ത ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ദർശനങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്ത് ആകെ കോവിഡ് ബാധിതരുടെ 2.80% നിലവിൽ ചികിത്സയിൽ കഴിയുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്ന് 5,177 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4,801 പേർക്ക് രോഗമുക്തി. കേരള സർക്കാരിന്റെ രണ്ടാം ഘട്ട 100-ദിന കർമ്മ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. 10,000 കോടിയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെയും ലോകത്തിന്റെയും ക്ഷേമം മുൻനിർത്തി ആവിഷ്കരിച്ച സ്വയം പര്യാപ്ത ഭാരത മുന്നേറ്റത്തിന്റെ അന്തസത്ത ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ദർശനങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാന്തിനികേതനിലെ വിശ്വഭാരതി സർവകലാശാലയുടെ 100ാം സ്ഥാപക ദിനാഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം. വിശ്വഭാരതി സർവകലാശാല പകർന്നു നൽകുന്ന സന്ദേശമാണ് ഇന്ത്യ ലോകമെങ്ങും പ്രഘോഷിക്കുന്നതെന്ന് സർവകലാശാല ചാൻസലർ കൂടിയായ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും പ്രകൃതിയിൽ നിന്ന് പഠിക്കാനും എങ്ങനെ കഴിയുമെന്ന് വിശ്വഭാരതി സർവകലാശാല നമുക്ക് കാണിച്ചു തരുന്നു. പാരീസ് ഉടമ്പടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ചുരുക്കം ചില രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിലൂടെ കാലാവസ്ഥ സംരക്ഷണ മുന്നേറ്റങ്ങൾക്ക് നാം നേതൃത്വം നൽകുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ബംഗാളിലെ ഭക്തിപ്രസ്ഥാനത്തെപ്പറ്റി സംസാരിക്കവേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് ഏറെ സംഭാവന നൽകാനായതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്വാശ്രയ ഭാരത മുന്നേറ്റത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കവേ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകളിൽ എത്തിക്കാനായി വിദ്യാർത്ഥികൾക്ക് സമൂഹ മാധ്യമങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയത സംബന്ധിച്ച ടാഗോറിന്റെ ചിന്തകളിൽ സ്വാശ്രയ ഭാരത സ്വപ്നങ്ങൾ കണ്ടെത്താനാകുമെന്നും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. രാജ്യത്തെ 9 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായി ചടങ്ങിൽ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അനുഭവങ്ങൾ കർഷകർ പങ്കുവയ്ക്കും. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത് ആകെ രോഗബാധിതരുടെ 2.80%. 29,791 പേരാണ് ഇന്നലെ രോഗമുക്തി നേടിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 312 പേർ കൂടി കോവിഡ് മൂലം മരണമടഞ്ഞതോടെ ആകെ മരണസംഖ്യ 1,46,756 നിലവിൽ 1.45% മരണനിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10,39,000-ലധികം സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 5,177 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4,801 പേർക്ക് രോഗം ഭേദമായി. 4,542 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 475 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 56,073 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.23 കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 22 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,914. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 8 കോടിയോടടുക്കുന്നു. രോഗമുക്തി നേടിയവരുടെ എണ്ണം 5.5 കോടി കവിഞ്ഞു. ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച അമേരിക്കയിൽ മരണം 3.34 ലക്ഷം കടന്നു. പുതുതായി 30,000-ഓളം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച റഷ്യയിൽ 600-ലേറെ പേരാണ് ഇന്നലെ മരണമടഞ്ഞത്. മെക്സിക്കോ, പോളണ്ട്, ഉക്രൈൻ എന്നിവിടങ്ങളിൽ 10,000-ലേറെ പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ആകെ രോഗബാധിതരുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. രാജസ്ഥാനിൽ 18 പുതിയ ദേശീയപാത പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. 8,341 കോടി രൂപ ചെലവിൽ 1,127 കിലോമീറ്റർ ദേശീയപാത നിർമ്മാണമാണ് പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജയ്പൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ജയ്പൂർ റിംഗ് റോഡിന്റെ നിർമ്മാണവും ഇതിൽ ഉൾപ്പെടുന്നു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കാനും സായുധ സേനകളുടെ നീക്കത്തെ സുഗമമാക്കാനും പദ്ധതികൾ ഗുണം ചെയ്യും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാത്തിന്റെ 72ാമത് പതിപ്പ് ഞായറാഴ്ച രാവിലെ 11-ന് പ്രക്ഷേപണം ചെയ്യും. ജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവ വഴി നൽകാവുന്നതാണ്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളും വഴി പൊതുജനങ്ങൾക്ക് പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ നാളെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പാതിര കുർബാനയോടെയാണ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങൾ. സാഹചര്യം പരിഗണിച്ച് ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും രാജ്യത്തെ ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി സ്മരണയിൽ സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട ഉത്സവമാണ് ക്രിസ്മസ് എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. ലോകമെമ്പാടും സന്തോഷവും സമാധാനവും വളർത്താനും മനുഷ്യ മനസ്സുകളിൽ സാഹോദര്യം നിലനിർത്താനും ഈ ഉത്സവം ഉപകരിക്കട്ടെ എന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കോവിഡ് വെല്ലുവിളികൾ പരിഗണിച്ച് ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് രാജ്യത്തെ ജനങ്ങളോട് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അഭ്യർത്ഥിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2ാം ഘട്ട 100-ദിന കർമ്മ പരിപാടികൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. 10,000 കോടിയുടെ വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. 4,300 കോടി രൂപയുടെ 646 പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുക. LDF പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 600 ഇന പരിപാടികളിൽ 570 എണ്ണം പൂർത്തിയാക്കാനായതായി മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വരുമാന വളർച്ചയിൽ ഉണ്ടാകുന്ന ഇടിവ് ദേശീയ തലത്തേക്കാൾ കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ കാർഷിക നിയമങ്ങളിന്മേൽ ചർച്ചകൾക്ക് കർഷക പ്രതിനിധികളെ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പരിഹാരം കണ്ടെത്താനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കർഷക യൂണിയനുകൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അടുത്ത ചർച്ചയ്ക്കുള്ള തീയതിയും സമയവും നിശ്ചയിക്കാൻ കർഷക യൂണിയനുകളോട് സർക്കാർ ആവശ്യപ്പെട്ടു. സമരം ചെയ്യുന്ന കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ തുറന്ന മനസ്സോടെ സമീപിക്കാനും അവയ്ക്ക് യുക്തിസഹമായ പരിഹാരം കാണാനും സർക്കാർ സദാ സന്നദ്ധമാണെന്ന് കൃഷി മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി വിവേക് അഗർവാൾ പറഞ്ഞു. കേരളത്തിൽ ഈ മാസം 31-ന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സഭാ സമ്മേളനം ഈ മാസം തന്നെ തീരാൻ തീരുമാനിച്ചത്. സമ്മേളനത്തിനായുള്ള അനുമതി തേടി വീണ്ടും ഗവർണർക്ക് ശുപാർശ നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1 മണിക്കൂർ നേരം കർഷകരുടെ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. അസമിൽ 40-അംഗ ബോഡോലാൻഡ് പ്രാദേശിക സമിതിയിലേക്ക് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ UPPL BJP ഗണസുരക്ഷാ പാർട്ടി സഖ്യത്തിന് വിജയം. സഖ്യം 22 അംഗങ്ങളുടെ പിന്തുണ നേടിയപ്പോൾ പ്രതിപക്ഷമായ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിന് 16 വോട്ടേ ലഭിച്ചുള്ളൂ. ദേശീയ പൌരത്വ രജിസ്ട്രി പട്ടികയിൽ ഇടം നേടാത്ത 19 ലക്ഷം പേരിൽ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ വിദേശികൾ എന്ന് പ്രഖ്യാപിക്കാത്ത ആളുകൾക്ക് വരുന്ന അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം. വിദേശികൾ എന്ന് പ്രഖ്യാപിക്കാത്തിടത്തോളം ഇവരുടെ വോട്ടവകാശം തടയപ്പെടില്ലെന്ന് ഗുവാഹത്തിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കാര്യാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി. മധ്യദൂര ഉപരിതല വ്യോമ മിസൈൽ വിജയകരമായി പരീക്ഷിച്ച DRDOയെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അഭിനന്ദിച്ചു. ഇതിലൂടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന മിസൈലുകളുടെ സാങ്കേതിക വിദ്യയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ DRDOയ്ക്ക് കഴിഞ്ഞതായി അദ്ദേഹം ട്വീറ്റ് ചെയ്തു. കർണാടകയിൽ ഇന്ന് മുതൽ ജാനുവരി 2 വരെ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തി. രാത്രി 11 മുതൽ രാവിലെ 5 മണിവരെയാണ് കർഫ്യൂ. ബ്രിട്ടനിലും മറ്റ് ചില വിദേശ രാജ്യങ്ങളിലും കോവിഡ് വ്യാപനം കൂടിയ പശ്ചാത്തലത്തിൽ രാത്രികാല നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കർണാടകയിലും കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെയും ലോകത്തിന്റെയും ക്ഷേമം മുൻനിർത്തി ആവിഷ്കരിച്ച സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ അന്തസത്ത ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ദർശനങ്ങളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ 18,000 കോടി രൂപ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്ത് ആകെ കോവിഡ് ബാധിതരുടെ 2.80% നിലവിൽ ചികിത്സയിൽ കഴിയുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്ന് 5,177 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 4,801 പേർക്ക് രോഗമുക്തി.
കേരള സർക്കാരിന്റെ രണ്ടാം ഘട്ട 100 ദിന കർമ്മ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രഖ്യാപിച്ചു. 10,000 കോടിയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.